യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി നീ അർപ്പണം ചെയ്തില്ല എങ്കിൽ, സ്വീകരിച്ചില്ലെങ്കിൽ നിന്നിൽ പിശാച് കടന്നു വരും. അതിന് വളരെ വ്യക്തമായിട്ട് തിരുവചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കായേൻ ആബേലിനെതിരെ തെറ്റ് ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് അവനോട് പറയുന്നുണ്ട്, ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു. അതുകൊണ്ട് പിശാച് നിന്നിൽ താല്പര്യം വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യോഗ്യതയോടുകൂടെ നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പിശാച് നിന്നിലേക്ക് കടന്നു വരും. അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അയോഗ്യത കൂടെ അന്ത്യത്താഴ് സമയത്തുണ്ടായിരുന്ന യൂദാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ആദ്യമായിട്ട് കർത്താവ് അന്ത്യഭോജനം ഒരുക്കുന്ന സമയത്ത് ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും അവിടുന്ന് പ്രാർത്ഥിച്ച് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി അവർക്ക് വേണ്ടി ഭാഗിച്ച് കൊടുക്കുമ്പോൾ യൂദാസ് ആദ്യമായിട്ട് കുർബാന സ്വീകരിച്ചപ്പോൾ അവരിലേക്ക് പിശാച് കടന്നു വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുകയാണ്. തിരുവചനത്തിൽ യോഹന്നാൻ 13, 26, 27 വാക്യങ്ങളുടെ അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. വീണ്ടും വചനം പറയുന്നു, യോഹന്നാൻ 13:30, ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി, അപ്പോൾ രാത്രിയായിരുന്നു എന്ന്. അതായത് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ യൂദാസിലേക്ക് പിശാച് കടന്നു വരികയാണ്. തിരുവചനം ഇപ്രകാരം 1 പത്രോസിൻ്റെ 5:6 പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങാമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതിനാൽ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്ന യോഗ്യതയോടുകൂടെ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. 1 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് 11:27 മുതൽ വാക്യങ്ങൾ പറയുന്നു, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. യോഗ്യതയോടെ അല്ലാതെ നീ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പിശാച് നിന്നിൽ ആഗ്രഹം അഭിലാഷം വച്ചിരിക്കുകയാണ്. അവൻ പടിവാതിൽക്കൽ തന്നെയുണ്ട്. അവൻ നിന്നിലേക്ക് കടന്നു വരികയും അവൻ നിൻ്റെ ജീവിതത്തെ തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് കുർബാന നമുക്ക് യോഗ്യതയോടുകൂടെ സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ പരിശുദ്ധമായ കുർബാനയിൽ യോഗ്യതയോടുകൂടെ പങ്കുചേർന്ന് അവിടുത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.